ഇപ്പോൾ ഒരു വ്യക്തിക്ക് HIV ബാധയുണ്ടായി. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്നവർ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഒരു രോഗിയിൽ നിന്ന് എങ്ങനെ മറ്റൊരാൾക്ക് പകരാം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് പ്ലേറ്റിലൂടെ, അതായത് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റുകൾ ഒന്നായാൽ അസുഖം വരുമോ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒന്നായാൽ അസുഖം വരുമോ, ഇത്തരം കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാണ് നമ്മൾ കൗൺസിൽ ചെയ്യുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡിലൂടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സിലൂടെയാണ് ഇത് പകരുന്നത്. അത് ബോഡി ഫ്ലൂയിഡ്സിൽ നമ്മൾ കണക്കാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്തരിക അവയവങ്ങളിലുള്ള ഫ്ലൂയിഡ്സാണ് കൂടുതലായും HIV കണ്ടുപിടിച്ചിരിക്കുന്നതും പകർത്താൻ യോഗ്യമായതും. മറ്റു ഫ്ലൂയിഡ്സ്, അതായത് കണ്ണുനീര്, ഉമിനീര്, മലം, മൂത്രം, വിയർപ്പ് എന്നിവയിലൂടെ ഇതിലൊക്കെ തന്നെ വൈറസ് ഉണ്ട്. പക്ഷേ എന്നാലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത് ഉള്ളൂ, ആ വൈറസ് ഉള്ളൂ. അപ്പോൾ അതിലൂടെയൊക്കെ പകർന്നതായിട്ട് ഇതുവരെ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റ് അവയവങ്ങളിലുള്ള, അതായത് നമ്മളുടെ ബ്ലഡ്, സെമൻ, വജൈനൽ ഫ്ലൂയിഡ്സ്, പെരികാർഡിയൽ, പെരിറ്റോണിയൽ, സൈനോവിയൽ, CSF ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സിലും ബ്രസ്റ്റ് മിൽക്കിലൊക്കെയാണ് കൂടുതലായും ഇത് കൂടുതലായും കണ്ടുവരുന്നത്. ഈ ഫ്ലൂയിഡ്സ് വഴിയുള്ള കോണ്ടാക്റ്റിലൂടെ, അതും നമ്മളുടെ ദേഹത്ത് തന്നെ കുറച്ച് ബ്ലഡ് വീണത് കൊണ്ട്, അത് HIV ബാധിതനായ വ്യക്തിയുടെ ബ്ലഡ് നമ്മുടെ ദേഹത്ത് വീണ കൊണ്ട് നമുക്ക് വരുന്നില്ല. നമ്മളുടെ ഫ്രഷ് കട്ട് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മുറിവുകളിലൂടെ അതിനകത്തേക്ക് ഈ ബ്ലഡ് പോകുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പലപ്പോഴും ഇപ്പോൾ HIV ബാധിതനായ ഒരാൾക്ക് ഇപ്പോൾ കത്തി കൊണ്ടൊക്കെ കൈ മുറിയാം. അപ്പോൾ അത് ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ കെട്ടേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ, ഈ രോഗിക്ക് അസുഖമുണ്ട് എന്നുള്ള അറിവുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. കാരണം ബ്ലഡിൻ്റെ ഒരു അംശമെങ്കിലും നമ്മളുടെ മുറിവിനകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് പണിയായുധങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ മുറിവുകൾ ധാരാളമായിട്ടുണ്ടാകും, കൈകളിലും കാലിലുമൊക്കെ. അപ്പോൾ ഈ ബ്ലഡിൻ്റെ അംശങ്ങൾ അവിടെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവിനകത്തേക്ക്, ഫ്രഷ് മുറിവാണെങ്കിൽ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലൊരു മാർഗ്ഗമാണ് തടയാനായിട്ട്. പിന്നെ ഇത് കൂടുതലും ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ രോഗി തന്നെ കെട്ടിവെക്കാൻ പറ്റുന്ന ഒരു മുറിവാണെങ്കിൽ അവർ തന്നെ ചെയ്യട്ടെ. നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ ചെല്ലുകയാണെങ്കിൽ 1-2 ഗ്ലൗസ് ഇട്ടിട്ട് വേണം സഹായിക്കാനായിട്ട്. പലപ്പോഴും മറ്റൊരു സംശയം പലരും ചോദിക്കുന്നത്, ബാത്റൂം ഷെയർ ചെയ്താൽ ഈ അസുഖം പകരുമോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. ബാത്റൂമിൽ ബ്ലഡിൻ്റെ അംശങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ടോയ്ലറ്റ്സ് ഷെയർ ചെയ്യുന്ന കൊണ്ടോ, പബ്ലിക് ടോയ്ലറ്റിലാണെങ്കിൽ പോലും അവിടെ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്തതിന് ശേഷവും ക്ലീൻ ചെയ്യുക. അതൊരു മര്യാദയാണ്, അതെല്ലാവരും ഫോളോ ചെയ്യുക. വീട്ടിലും അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാതെ അത് ഉപയോഗിക്കുന്നതുകൂടെ മറ്റാർക്കും പകരുന്നില്ല. പലർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയം, കൊതു, ഇപ്പോൾ ഒരാളെ കടിച്ച കൊതു തന്നെ വേറൊരാളെ കടിക്കാം, മൂട്ട, ഇതൊക്കെ ഒരാളെ കടിച്ചാൽ വേറൊരാൾക്ക് കടിക്കാം. അപ്പോൾ അങ്ങനെ ഇത് പകരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒരിക്കലും കൊതുകൊരിക്കലും ഒരാളുടെ രക്തം കുടിക്കുന്നേ ഉള്ളൂ, അത് മറ്റൊരാളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പുകൾക്കോ കാലുകൾക്കോ ഈ വൈറസിനെ വഹിക്കാനുള്ള ശേഷിയും ഇല്ല. അതുകൊണ്ട് ഒരിക്കലും കൊതുകിലൂടെ നമുക്ക് ആർക്കും, അല്ലെങ്കിൽ കൊച്ചിലുള്ള എല്ലാവർക്കും തന്നെ ഈ അസുഖം വരേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സിന് അറിയേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിന് ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം CD4 കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. എന്താണ് ഈ CD4 കൗണ്ട്? CD4 കൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ശ്വേതരക്താണുക്കളിൽ കണ്ടുവരുന്ന ഒരു കൗണ്ടാണ്. അത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെ കണക്കാക്കുന്ന ഒന്നാണ്. ഇമ്മ്യൂണിറ്റി എത്രയുണ്ടെന്ന് നമുക്ക് കണക്കാക്കണമെങ്കിൽ CD4 കൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. ഒരു ശരാശരി മനുഷ്യനിൽ CD4 കൗണ്ട് 500 തുടങ്ങി 2500 വരെ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറവ് വരുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. HIV വരുമ്പോൾ ഈ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. HIV പോലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടാവാം നമ്മുടെ ആ കൗണ്ട് കുറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. HIV വന്നവർക്ക് ഇത് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനാൽ നമ്മൾ അവരുടെ CD4 കൗണ്ട്, അതായത് 200 താഴേക്ക് പോകുമ്പോൾ, HIV ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അണുബാധിതനായ ഒരു വ്യക്തി, അയാളുടെ കൗണ്ട് ക്രമേണ വർഷങ്ങൾ തോറും കുറഞ്ഞ് ഒരു 200ലേക്കോ 100ലേക്കോ അല്ലെങ്കിൽ അതിന് താഴേക്കൊക്കെ വരുമ്പോഴാണ് അത് എയ്ഡ്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പരിണമിക്കുന്നത്. തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ. അതെ, ആ അവസ്ഥയിൽ അവർക്ക് എത്ര അസുഖങ്ങൾ വേണേലും ഒരുമിച്ച് വരാം. TB, ന്യൂമോണിയ, ഡയറിയ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അവസ്ഥകളൊക്കെ കാരണമാകാം. അപ്പോൾ അതുകൊണ്ടിട്ട് അവരുടെ CD4 കൗണ്ട്, ഒരു വ്യക്തിക്ക് HIV ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ CD4 കൗണ്ട്, അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ എത്രയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഡിസിനും അതുമായിട്ട് ബന്ധമില്ല, പക്ഷേ മെഡിസിൻ എന്തായാലും ഒരു വ്യക്തിയിൽ അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. HIV കണ്ടുപിടിച്ച CD4 എത്രയാണെങ്കിലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എങ്ങനെയാണ് ഇത് കൂടുന്നുണ്ടോ എന്ന് എപ്പോഴൊക്കെയാണ് സാധാരണ ടെസ്റ്റ് ചെയ്യുന്നത്? അതായത് 6 മാസം കൂടുമ്പോൾ. ഒരു വ്യക്തിക്ക് ആദ്യമായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അയാളുടെ കൗണ്ട് കൂടുന്നത്, അതായത് ഫസ്റ്റ് കിട്ടിയ നമ്മളുടെ കൗണ്ടും രണ്ടാമത് 3 മാസം കഴിഞ്ഞിട്ടുള്ള കൗണ്ടും തമ്മിൽ വ്യത്യാസം, അതായത് രണ്ടാമത്തെ കൗണ്ട് കൂടുതലാണ്, CD4 കൗണ്ട് കൂടിയിട്ടുണ്ട്, അയാളുടെ ഇമ്മ്യൂണിറ്റി ലെവൽ കൂടിയിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മളൊരു 6 മാസം കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകൾ പിന്നീട് ചെയ്താൽ മതിയാവും.
പക്ഷേ 6 മാസം കൂടുമ്പോൾ അവർ വന്ന് കണ്ടുകൊണ്ടിരിക്കണം. കാരണം അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, അവർ മെഡിസിൻ എടുക്കുന്നുണ്ടോ. കാരണം ഫസ്റ്റ് വരുമ്പോൾ പേഷ്യൻ്റ് വളരെ ആവശ്യ നിലയിലായിരിക്കും. പിന്നീട് അവർ കയറി വരുമ്പോൾ, അതായത് അവരുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആയി വരുമ്പോൾ അവർ പതുക്കെ അവരുടെ ഫസ്റ്റ് വരുന്ന സന്ദർഭങ്ങളിൽ അവർ ചിലപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കും, അസുഖം മാറാനായിട്ടും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാനൊക്കെ. നമ്മൾ പറയുന്ന ഭക്ഷണ രീതി, മെഡിസിൻ കഴിക്കുന്ന രീതികൾ, അതെല്ലാം എന്തെല്ലാം ഒഴിവാക്കണം, ആൽക്കഹോളോ സിഗരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ആദ്യമേ എല്ലാം അവർ ശ്രദ്ധിച്ച് കേൾക്കും, അവരതൊക്കെ അനുസരിക്കുകയും ചെയ്യും. പക്ഷേ ഒന്ന് ബെറ്ററായി വരുമ്പോൾ, സ്വയം എല്ലാം ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ സ്വന്തം ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അവർ പതുക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനും പിന്നീട് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ തുടരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് 6 മാസം കൂടുമ്പോൾ ഓരോ ചെക്കപ്പിന് വരാൻ പറയാറുണ്ട്. ആ ചെക്കപ്പിന് വരുമ്പോൾ നമ്മൾ CD4 കൗണ്ടും ചെക്ക് ചെയ്യും. അതിനൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും. ഈ ടാബ്ലറ്റ് ഒക്കെ ഇടയ്ക്ക് മിസ്സായി പോയാൽ എന്താണ് കുഴപ്പമുണ്ടാവുന്നത്? അതായത് ഈ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മെഡിസിൻസ് കൊണ്ട് ഒരിക്കലും നമുക്കിത് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് തുടച്ചു മാറ്റാവുന്ന മെഡിസിൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോൾ ലഭ്യമുള്ള മെഡിസിൻസ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. വൈറസിനെ സപ്രസ് ചെയ്ത് നിർത്താം. അതെ. അപ്പോൾ ആ വൈറസ് സപ്രസ്ഡ് ആണെങ്കിൽ തന്നെയും അത് മെഡിസിൻ ഇടയ്ക്ക് വെങ്ങാനും നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ അവരോട് സ്കിപ്പ് ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, അവരത് അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക്, അതായത് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെയും വില കൂടിയ മെഡിസിൻസൊക്കെ നമുക്ക് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവർക്ക് തന്നെയാണ് അത് വിനയായി വരുന്നത്. അതുകൊണ്ട് അവരോട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്.